എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓപ്പൺ ടോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം നമുക്കറിയുന്ന ആരുടെയും കണ്ടുപിടിച്ചാൽ ആ രോഗികൾക്ക് ഇതിൻ്റെ ഒപ്പമുള്ള കുറേ അസുഖങ്ങൾ കാരണം ചികിത്സിക്കണോ ചികിത്സിക്കണ്ടേ എന്നുള്ളൊരു സംശയവും ചികിത്സിക്കാൻ ഡോക്ടർമാർ കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശം പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും ഷുഗറും പ്രഷറും, അതിൻ്റെ പുറമെ ഹാർട്ടിന് തകരാറും, ചിലർക്ക് സ്ട്രോക്കും, ചിലർക്ക് കിഡ്നി പ്രശ്നങ്ങളും, അങ്ങനെ ഒരുപാട് അസുഖങ്ങളിലേക്ക് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് നമ്മുടെ ആളുകൾ. അതിൻ്റെ മുകളിലാണ് ഒരു ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എൻ്റെ രോഗികൾ ചോദിക്കും, ഇത്രയും അസുഖമുണ്ട് അച്ഛനും, ഇത്രയും അസുഖമുണ്ട് അമ്മയ്ക്കും, ഇനിയിപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയും കൊടുത്തതിന് ശേഷം രോഗിയെ കൂടുതൽ കിടപ്പിലാക്കണോ? അപ്പോൾ ഇതിൽ ലഘുവായ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനാണ് നല്ലത്. ഷുഗർ വരാതെ നോക്കണം, പ്രഷർ വരാതെ നോക്കണം, ഹാർട്ട് പ്രോബ്ലംസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും നമുക്ക് ഈ അസുഖം വരുന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റി നമ്മുടെ കയ്യിൽ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പറ്റുന്നത്ര കൺട്രോൾ ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടൊരു മെഡിസിൻ ഡോക്ടറെ കാണണം, ഫിസിഷ്യനെ കാണണം, ഷുഗറിൻ്റെ മരുന്നും പ്രഷറിൻ്റെ മരുന്നും കൃത്യമായി കഴിക്കണം. കാര്യം ഷുഗർ ഓൾവേസ് ഈ ഞരമ്പിനും കിഡ്നിക്കും കണ്ണിനൊക്കെ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അതിനുശേഷം ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കുമ്പോഴേക്കും അപ്പോഴേക്ക് രോഗിക്ക് തരിപ്പ് വരും. ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ ലങ് ക്യാൻസർ എടുക്കാം നമുക്ക്. അപ്പോൾ ലങ് ക്യാൻസറിൽ കൊടുക്കുന്ന കീമോ അല്ലെങ്കിൽ ലങ് ക്യാൻസറിൽ കൊടുക്കുന്ന കുറച്ച് ഇഞ്ചക്ഷൻസ് കൈയും കാലും തരിപ്പുണ്ടാക്കും. അപ്പോൾ ഓൾറെഡി ഷുഗറുള്ള രോഗിക്ക് അതിന് ഇരട്ടിയാണ് സാധ്യത. അപ്പോൾ മിക്ക രോഗികൾക്ക് 2 മാസം 3 മാസം കഴിഞ്ഞ് എനിക്ക് ചികിത്സ നിർത്തി വയ്ക്കേണ്ടി വരും, താൽക്കാലികമെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഇതിന് പറയുക. ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ കൺട്രോളിൽ വെക്കണം. നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു അലസത കാണിച്ചിട്ട് കാര്യമില്ല. മിക്ക രോഗികൾക്കും അസുഖമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അസുഖമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും ജീവിതശൈലി അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും നമ്മുടെ ആരോഗ്യം പരിപാലിക്കുകയും ചെയ്ത് പിന്നീട് ആ രോഗിക്ക് അങ്ങനത്തെ വലിയ അസുഖങ്ങൾ, വേറെ വലിയ മാറാ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചികിത്സിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ കിഡ്നീനെയും ഷുഗറിനെയും പ്രഷറിനെയും കാർഡിയാക്കൊന്നും ബാധിക്കാത്ത പുതിയ നൂതന ചികിത്സകൾ ക്യാൻസറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ മാതിരി അത്ര നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഡോക്ടറുടെ, ഒരു ഓൺകോളജി ഡോക്ടറുടെ ഒപ്പീനിയൻ എന്തായാലും നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ എടുക്കണം. കുറേ പേര് സ്വന്തമായി തീരുമാനിക്കും. അതാണ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛന് ഇത്രയും അസുഖങ്ങളാണ്, ഇനിയിപ്പോൾ അച്ഛൻ വീട്ടിൽ കിടന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണണം. ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ അതിൽ ഏറ്റവും യുക്തിപരമായിട്ട് എന്താ പറ്റുക എന്നുള്ളത് പറഞ്ഞു തരും. അതനുസരിച്ച് അതിനുള്ളൊരു ചികിത്സ കൊടുക്കുകയാണ് നമ്മൾ പൊതുവിന് വേണ്ടി ചെയ്യാറ്. താങ്ക് യു.